പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 70.51% പോളിംഗ് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി P. സരിനും NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും വിജയപ്രതീക്ഷയിലാണ്. മൊത്തം 10 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. ആകെ 1,94,706 വോട്ടർമാരിൽ 1,37,302 പേരാണ് വോട്ട് ചെയ്തത്. 70.53% പുരുഷന്മാരും 70.49% സ്ത്രീകളും സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. 4 ട്രാൻസ്ജെൻഡേഴ്സ്മാരും വോട്ട് രേഖപ്പെടുത്തി. പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു. വീറും വാശിയും നിറഞ്ഞ ഒരുപക്ഷെ പാലക്കാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ഇന്നലെ നടന്ന വോട്ടെടുപ്പ് പക്ഷേ സമാധാനപരമായിരുന്നു. തുടക്കത്തിൽ ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയെങ്കിലും വേഗം തന്നെ അവ പരിഹരിക്കപ്പെട്ടു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 70.51% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്തിമ കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. എങ്കിലും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതലാണ് ഇത്തവണത്തെ പോളിംഗ്. 70% കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് നടന്നത്. എന്നാൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 75.85% പോളിംഗും പാലക്കാട് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇത്തവണ നഗരസഭയിലാണ് മറ്റ് 3 പഞ്ചായത്തുകളേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയത്. ഉച്ചയോടെ മന്ദഗതിയിലായ പോളിംഗ് വൈകിട്ടോടെ വീണ്ടും ശക്തിയാർജിക്കുകയായിരുന്നു. 6 മണിക്ക് ശേഷവും പല ബൂത്തുകളിലും വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. പാലക്കാട് വെണ്ണക്കരയിൽ UDF സ്ഥാനാർത്ഥിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു സംഘർഷം ഉണ്ടായെങ്കിലും അത് വേഗം തന്നെ പരിഹരിച്ചു. അതുപോലെ തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റിന്റെ വോട്ട് വ്യാജമാണെന്ന് ആരോപിച്ച് MP ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ അദ്ദേഹത്തെ തടയാൻ സുൽത്താൻപേട്ട ബൂത്തിന്റെ പരിസരത്ത് എത്തിയിരുന്നെങ്കിലും പ്രസിഡന്റ് വോട്ട് ചെയ്യാൻ എത്തിയില്ല. 3 മുന്നണികളും ഒരുപോലെ വിജയം അവകാശപ്പെടുന്ന മത്സരത്തിന്റെ ഫലം ശനിയാഴ്ച ഉച്ചയോടെ വ്യക്തമാകും.